യോന അധ്യായം 1 മുതൽ. യോനായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ മഹാനഗരമായ നിനവയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കാമെന്ന് കരുതി അവൻ താർഷീഷിലേക്ക് കപ്പൽ കയറി. എന്നാൽ കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റയച്ചു. എന്നാൽ യോന കടലിൻ്റെ ഉള്ളറയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആര് നിമിത്തമാണ് ഈ അനർത്ഥം സംഭവിച്ചതെന്നറിയാൻ അവർ നറുക്കിട്ടു. യോനായ്ക്ക് നറുക്ക് വീണു. കടൽ ശാന്തമാകേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് അവർ ചോദിച്ചു. യോന പറഞ്ഞു, എന്നെ എടുത്ത് കടലിൽ എറിയുക. അവർ യോനായെ കടലിൽ എറിഞ്ഞു. കടൽ ശാന്തമായി. യോനായെ വിഴുങ്ങാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു. യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞു. മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോന കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു. അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു. യോനായ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. നിനവയിലെ ജനങ്ങളെല്ലാം ചാക്കൊടുത്ത് ഉപവസിച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞ് എന്ന് കണ്ട് ദൈവം മനസ്സുമാറ്റി അവരുടെ മേൽ അയക്കാമെന്ന് പറഞ്ഞ ശിക്ഷ അയച്ചില്ല. യോന ഇതിൽ അത്യധികം അസംതൃപ്തനും കുപിതനുമായി. നഗരത്തിന് എന്തു സംഭവിക്കുമെന്ന് കാണാനായി കൂടാരത്തിൻ്റെ കീഴിൽ ഇരുന്നു. യോനായ്ക്ക് തണലും ആശ്വാസവും നൽകുന്നതിന് ദൈവമായ കർത്താവ് ഒരു ചെടി മുളപ്പിച്ചു. ആ ചെടി കണ്ട യോന അത്യധികം സന്തോഷിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ ദൈവം ഒരു പുഴുവിനെ അയച്ചു. അത് ആ ചെടിയെ ആക്രമിച്ചു വാടിപ്പോയി. സൂര്യനുദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റിനെ നിയോഗിച്ചു. തലയിൽ സൂര്യൻ്റെ ചൂടേറ്റ യോന തളർന്നു. മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ദൈവം യോനായോട് ചോദിച്ചു, ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്കെന്ത് കാര്യം? അവൻ പറഞ്ഞു, കോപിക്കാൻ എനിക്ക് കാര്യമുണ്ട്, മരണം വരെ കോപിക്കാൻ. കർത്താവ് പറഞ്ഞു, ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു. നീ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടില്ല, എന്നിട്ട് നിനക്ക് അതിനോട് അനുകമ്പ തോന്നുന്നു. എങ്കിൽ ഇടംബലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 1,00,000-ൽ പരം ജനങ്ങൾ